അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, തഹജ്ജുദ് നിസ്കാരം പതിവാക്കിയവർക്ക് ലഭിക്കുന്ന 9 നേട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിൽ ആദ്യത്തെ 5 ദുനിയാവിൽ നിന്ന് ലഭിക്കുന്നതും ബാക്കി 4 മരണശേഷം ലഭിക്കുന്നതുമാണ്. തഹജ്ജുദ് നിസ്കരിക്കുക എന്നത് ഒരു വലിയ പ്രയാസമുള്ള കാര്യമല്ല. എന്നാൽ തഹജ്ജുദ് പതിവാക്കുക എന്നത്, എല്ലാ ദിവസവും മുടങ്ങാതെ നിസ്കരിക്കുക എന്നത് ഒരു വലിയ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. എന്നാൽ നമ്മുടെ ഇടയിൽ ഒരുപാട് ആളുകളുണ്ട്, എല്ലാ ദിവസവും എത്ര വലിയ തണുപ്പുള്ള രാത്രിയാണെങ്കിലും എത്ര പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും മുടങ്ങാതെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളുണ്ട്. അവരെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അവർക്ക് ലഭിക്കുന്ന മനോഹരമായിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ചാണ്. ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ സമയമാണ്. ഒന്നുറങ്ങി എഴുന്നേറ്റ് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത്, ആരും കാണാതെ കൂരാകൂരിയിട്ടുള്ള സമയത്ത്, നല്ല തണുപ്പുള്ള സമയത്ത് റബ്ബിൻ്റെ മുമ്പിൽ നിസ്കരിക്കാൻ വേണ്ടി എല്ലാ ദിവസവും സമയം കണ്ടെത്തുന്ന ആളുകളെ കുറിച്ചാണ്. അവർ സാധാരണക്കാരല്ല, അവർ അസാധാരണമായ അള്ളാഹുവിനെ പ്രണയിക്കുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളിൽ, അങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മരണം വരെ എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. എല്ലാവരും ആമീൻ എന്ന് കമൻറ്റ് ചെയ്യുക. അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വമിനൽ ലൈലി ഫതഹജ്ജത് ബിഹി നാഫിലതൻ ലക. പാതിരാത്രി അള്ളാഹുവിന് വേണ്ടി സുന്നത്തായി മനോഹരമായ ആ തഹജ്ജുദ് നിസ്കാരം നിസ്കരിക്കണേ എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രത്യേകതകളുള്ള നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. ഈ നിസ്കാരം നിർവഹിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന 9 നേട്ടങ്ങളിൽ ആദ്യത്തെ 5 നമ്മൾ പറയുന്നത് ഫളായിലു ദുനിയ, ദുനിയാവിൻ്റെ നേട്ടങ്ങളാണ്. അതിൽ ഒന്നാമത്തത് അൽ ഹിഫ്ളു മിനൽ ബലാഇ വൽ അംറാദ്, അള്ളാഹുവിൻ്റെ സംരക്ഷണമാണ്. തഹജ്ജുദ് പതിവാക്കിയവർക്ക് അള്ളാഹു നൽകുന്ന ഒരു പ്രത്യേക സംരക്ഷണമുണ്ട്. മിനൽ ബലാഇ വൽ അംറാദ്, എല്ലാ ആപത്ത് മുസീബത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണം. നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ അള്ളാഹു നമുക്ക് വല്ല അറ്റാക്കോ അല്ലെങ്കിൽ ക്യാൻസറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദൈനംദിന രോഗങ്ങളോ, ഷുഗർ, പ്രഷർ പോലെയുള്ള രോഗങ്ങളോ, അതും അല്ലെങ്കിൽ ഒരു പനിയോ ജലദോഷമൊക്കെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടാകാം. എന്നാൽ തഹജ്ജുദ് പതിവാക്കുന്നതിലൂടെ ആ വലിയ മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് കാവൽ നൽകും. എന്തെങ്കിലും അപകടങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുക, അല്ലെങ്കിൽ സാമ്പത്തികമായ തകർച്ചയിലേക്ക് നമ്മെ എത്തിക്കുക, ഇങ്ങനെ വരാനിരിക്കുന്ന വലിയ ഒരു മുസീബത്തിൽ നിന്ന് തഹജ്ജുദ് നിസ്കരിക്കുന്നതിലൂടെ അള്ളാഹു നമുക്ക് ഹിഫ്ള് നൽകുമെന്നാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ തഖ്വയോടുകൂടെ റബ്ബിനെ ആരാധിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവനിക്ക് മനോഹരമായിട്ടുള്ള മാർഗം തുറന്നു കൊടുക്കും. അവൻ്റെ വഴിയിലുള്ള തടസ്സങ്ങളൊക്കെ അള്ളാഹു മാറ്റിക്കൊടുക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം മഹബ്ബത്തുന്നാസി, ജനങ്ങളുടെ ഒരു പ്രിയമാണ്. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ. അള്ളാഹുവിനെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ, അള്ളാഹുവിനെ നല്ല സ്നേഹിക്കുന്ന ആളുകൾ, നന്നായി ആരാധിക്കുന്നവർ, അല്ലേ? മറ്റുള്ള നിസ്കാരങ്ങൾ പോലെയല്ല, ളുഹറും അസറും മഗ്രിബും ഇശാവും നിസ്കരിക്കുന്ന പോലെയല്ല. രാത്രി വല്ലാണ്ടുറങ്ങുന്ന സമയത്താണ് നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുന്നത്. ആ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ആരും കാണാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഇഷ്ടപ്പെടുമെന്നാണ്. ജനങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടുമെന്നാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്നതിലൂടെ ജനങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു ഈമാനിൻ്റെ പ്രകാശം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് ഭർത്താവ് ഇഷ്ടപ്പെടും, ഭാര്യ ഇഷ്ടപ്പെടും, സഹോദരങ്ങൾ ഇഷ്ടപ്പെടും, അയൽവാസികൾ ഇഷ്ടപ്പെടും. അങ്ങനെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആളായി മാറുക എന്നതാണല്ലോ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിജയം. അപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കുക എന്ന ആ ഒരു സൽക്കർമ്മത്തിലൂടെ മറ്റുള്ളവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള പ്രിയം ഇട്ടുകൊടുക്കും എന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം നൂറുൽ വജ്ഹാണ്. സീമാഹും ഫീ വുജൂഹിഹിം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, പതിരാത്ത് റബ്ബിനെ ഓർത്ത് കരഞ്ഞവർ, അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈമലർത്തിയവർ, റബ്ബിനോട് സംവദിക്കാൻ വേണ്ടി, സംസാരിക്കാൻ വേണ്ടി സമയം കണ്ടെത്തിയ ആളുകൾ, അവരുടെ മുഖത്തൊരു പ്രകാശമുണ്ടാകും, ഒരു ഈമാനികമായ ചൈതന്യമുണ്ടാകും. ആ ഈമാനികമായ ചൈതന്യം അത് അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് അവരോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നും. അവരുടെ മുഖത്തൊരു ഈമാനിൻ്റെ പ്രകാശം ഉണ്ടാകും. നമ്മളിങ്ങനെ പറയും സാധാരണ, അയാൾക്ക് നല്ലൊരു മനുഷ്യനാണ്, അയാൾ നല്ല ഈമാനുള്ള ആളാണ്, അയാളുടെ വാക്കുകൾ കേൾക്കാൻ തന്നെ നല്ലൊരു രസമാണ്.
അയാളോട് സംസാരിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്, ഒരു സമാധാനം കിട്ടും. ഇത് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ഒരു ഈമാനികമായ ഒരു ആത്മീയമായ ചൈതന്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇനി നാലാമത്തെ കാര്യം അൽ ഹിക്മത്തു ഫിൽ കലാം. ഹിക്മത്തു ഫിൽ കലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സംസാരത്തിനൊരു പ്രത്യേകതയുണ്ടാകും. തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിയും. ആളുകളെ മനസ്സിലാക്കാനും അവസരോചിതമായി സംസാരിക്കാനും എങ്ങനെ, എവിടെ, എന്ത്, എപ്പോ, എന്തു പറയണമെന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അവർ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന വാക്കുകളും വാചകങ്ങളും കാര്യങ്ങളും മാത്രമാണ് അവർ സംസാരിക്കുക. അവരൊരു ഗ്രൂപ്പിലിരിക്കുകയാണെങ്കിൽ, ഒരു കൂട്ടത്തിലിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരൊരു കുടുംബത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ അവരൊരു വിധി തീർപ്പാക്കുന്ന ഒരു കാര്യത്തിനിടയിലിരിക്കുകയാണെങ്കിൽ അവർ സംസാരിക്കുമ്പോൾ ആളുകൾ അംഗീകരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് പറയുക. അത് അള്ളാഹു നൽകുന്ന ഒരു പ്രത്യേക കഴിവാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്നതിലൂടെ അവർക്ക് വലിയ ഒരു തൗഫീഖ് അള്ളാഹു നൽകുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. അവർക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ തീർപ്പ് കൽപ്പിക്കാൻ കഴിയും. കുടുംബ കലഹങ്ങളിൽ നിന്നൊക്കെ മറ്റുള്ളവരെ പിന്തിരിപ്പിക്കാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇനി അഞ്ചാമത്തെ കാര്യം യുസ്ബിഹു ഹക്കീമൻ. യുസ്ബിഹു ഹക്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തെറ്റുകളെ, തിന്മകളെ മുൻകൂട്ടി കാണാൻ കഴിയും. ഞാൻ പുറത്തു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഈ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഈ കൂട്ടത്തിൽ കൂടിക്കഴിഞ്ഞാൽ എൻ്റെ ഭാവി എന്താകുമെന്ന് അവർക്ക് മുൻകൂട്ടി തീരുമാനിക്കാൻ കഴിയും. അതുകൊണ്ട് അവർ പ്രശ്നത്തിലൊന്നും പോയി ചാടൂല. അല്ലേ? നമ്മളൊരു കൂട്ടത്തിൽ കൂടിക്കഴിഞ്ഞാൽ ഇവരൊക്കെ നല്ല ആളുകളാണോ, എൻ്റെ ജീവിതത്തെ ഇവരൊക്കെ മോശമായി ബാധിക്കാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ഇവർ ഈമാനികമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണോ, ഇങ്ങനെ ഇവരെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ മുമ്പ് ഒരുപാട് വട്ടം തീരുമാനിച്ചിട്ട്, ആലോചിച്ചിട്ട് അവർ തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ തഹജ്ജുദ് നിസ്കരിക്കുന്നു എന്നതാണ്. അപ്പോൾ തഹജ്ജുദ് പതിവാക്കിയ ആളുകൾക്ക് നമ്മളിപ്പോൾ പറഞ്ഞ ഈ 5 കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തന്നെ ഒരു പ്രതിസന്ധിയും അവരെ തലോടാൻ പോകുന്നില്ല, ഒരു പ്രയാസങ്ങളിലും അവർ പോയി ചാടാൻ പോകുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. ഇനി 9 കാര്യങ്ങളിൽ ആഖിറത്തിൽ നിന്ന് ലഭിക്കുന്ന, മരണശേഷം ലഭിക്കുന്ന 4 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. 6ാമത്തെ കാര്യം നൂറും ഫിൽ ഖബറി. ഖബറിലുണ്ടാകുന്ന, നമ്മുടെ ഖബറിലുണ്ടാകുന്ന ഒരു പ്രകാശമാണ്. എന്താണ് ഖബറിലുണ്ടാകുന്ന പ്രകാശം? ഖബർ എന്ന് പറഞ്ഞാൽ കൂരിരുട്ടാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരും ഉറ്റവരും ഉടയവരും നമ്മുടെ ജനാസ ഖബറിൽ വെച്ച്, മൂടുകല്ല് വെച്ച്, അതിൻ്റെ മുകളിൽ മണ്ണിട്ട് മീസാൻ കല്ലും നാട്ടി അവർ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഖബറിൻ്റെ ഉള്ളിൽ അതിഭീകരമായൊരു വല്ലാത്തൊരു ഇരുട്ടാണ്. ഒരു പ്രകാശത്തിൻ്റെ കണിക പോലുമില്ലാതെ നമ്മൾ ഒറ്റക്ക് ഒരുപാട് കാലം കഴിയേണ്ടതുണ്ട്. എന്നാൽ തഹജ്ജുദ് പതിവാക്കിയവർക്ക് അങ്ങനൊരു പ്രയാസം ഉണ്ടാവുകയില്ല. അവരുടെ ഖബറിലേക്ക് തഹജ്ജുദ് എന്ന് പറയുന്ന മനോഹരമായ പ്രകാശം വരും, അവരുടെ കൂടെയുണ്ടാകും. എത്ര വർഷങ്ങൾ അവർ ഖബറിൽ ഒറ്റയ്ക്ക് കിടക്കേണ്ടി വന്നാലും പരിശുദ്ധമായ തഹജ്ജുദ് നിസ്കാരം അവരുടെ കൂടെ ഒരു പ്രകാശമായി, ഒരു കൂട്ടാളിയായി അവരുടെ കൂടെയുണ്ടാകുമെന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. 7ാമത്തെ കാര്യം തൈസീറുൽ ഹിസാബാണ്. കണക്കെടുപ്പ് സമയത്ത് അവനക്ക് തഹജ്ജുദ് നിസ്കാരം അവനെ സഹായിക്കുമെന്നതാണ്. ഒരു മനുഷ്യൻ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ മലക്കുകൾ നമ്മെ ഹിസാബ് നടത്തുന്ന, കണക്കെടുപ്പ് നടത്തുന്ന ഒരു ദിവസമുണ്ട്, ഒരു സമയമുണ്ട്. നമ്മുടെ കൈയും കാലും സംസാരിക്കുന്ന, നമ്മുടെ നാവിനെ സീല് വെക്കുന്ന ആ സമയത്ത് അന്താളിച്ചു നിൽക്കുന്ന സമയത്ത് എന്തു പറയണം, എങ്ങനെ പറയണം, എന്ത് തെളിവ് കാണിക്കണം എന്നിങ്ങനെ ആലോചിച്ചു നിൽക്കുന്ന സമയത്ത് തഹജ്ജുദ് നിസ്കാരം അവനക്ക് സഹായിയായി വരികയും അവനക്ക് ആ ഹിസാബ് എന്ന് പറയുന്ന ആ പരീക്ഷണ ഘട്ടത്തിൽ അവനക്ക് സന്തോഷമുള്ളൊരു ഹിസാബാക്കി കൊടുക്കുകയും ചെയ്യുമെന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. ഇനി 8ാമത്തെ കാര്യം ഊതിയ കിതാബഹു ബിയമീനിഹി. അങ്ങനെ ഹിസാബിന് ശേഷം, കണക്കെടുപ്പിൻ്റെ ദിവസത്തിന് ശേഷം അവൻ്റെ കിതാബ് വലത് കൈഫ അമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി. അവൻ്റെ കിതാബുകൾ, ആ നന്മകൾ എഴുതപ്പെട്ടതായ കിതാബ് അത് അവൻ്റെ വലത് കൈയിൽ നൽകപ്പെടുമെന്നാണ്. ആരോരും സഹായിക്കാനില്ലാത്ത സമയത്ത്, ഉമ്മയോ ബാപ്പയോ അയൽവാസിയോ ഭർത്താവോ ഭാര്യയോ ഇല്ലാത്ത സമയത്ത് നമ്മൾ കഷ്ടപ്പെട്ട് രാത്രി എഴുന്നേറ്റ് നിന്ന് നിസ്കരിച്ച തഹജ്ജുദ് നിസ്കാരം കുടുങ്ങുന്ന സമയത്ത്, പെട്ടു നിൽക്കുന്ന സമയത്ത് നമ്മുടെ കൂടെയുണ്ടാകും എന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. മറ്റൊന്നാണ് ഇനി 9ാമത്തെ കാര്യം അൽ മുറൂറു അല സിറാത്തി കൽ ബർഖി. സിറാത്തുൽ മുസ്തഖീമിലൂടെ മിന്നൽ വേഗത്തിൽ കടന്നു പോകാൻ പറ്റുമെന്നുള്ളതാണ്. നമുക്കറിയാം സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ വളരെ നേരിയതായ ഒരു പാലമാണ്. ആ പാലത്തിൻ്റെ മുകളിലൂടെയുള്ള യാത്ര അതികഠിനമാണ്. ദുഷിച്ച ആളുകളും
മോശപ്പെട്ട ആളുകളും തമ്മാടികളായ ആളുകളും ആ പാലത്തിലൂടെയുള്ള യാത്രയിൽ പരാജയപ്പെട്ടു പോകും. അവർ വഴിമധ്യേ ആ പാലത്തിൽ നിന്ന് താഴേക്ക് നരകത്തിലേക്ക് ഉതിർന്നു വീഴും. എന്നാൽ തഹജ്ജുദ് നിസ്കരിച്ച ആളുകൾ, നന്മ ചെയ്ത ആളുകൾ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകൾ ആ സിറാത്തുൽ മുസ്തഖീമിലൂടെ പല വേഗത്തിലും കടന്നുപോകും. തഹജ്ജുദ് നിസ്കരിച്ച ആളുകൾ മിന്നൽ വേഗത്തിൽ, കൽ ബർഖി, മിന്നലുണ്ടാകുന്ന വേഗത്തിൽ അവൻ ആ സിറാത്തുൽ മുസ്തഖീമിലൂടെ കടന്നു പോകും. കണ്ണ് ചിമ്മി തുറക്കുമ്പോഴേക്ക് അവൻ സ്വർഗത്തിലേക്ക് എത്തിയിട്ടുണ്ടാകും. തഹജ്ജുദ് എന്ന് പറയുന്ന അതിമഹത്തായ ഒരു നിസ്കാരത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ പകർത്താൻ തഹജ്ജുദിൻ്റെ ആളുകളായി മരണം വരെ, നമ്മൾ എന്നാണോ മരിക്കുന്നത് ആ മരണത്തിൻ്റെ ദിവസം പോലും തഹജ്ജുദ് നിസ്കരിച്ച് മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.